നിങ്ങൾ എന്താണ് ഈ പിശുക്കൊക്കെ കാണിക്കണേ? ഇനി ആ കറക്കില്ല. എന്റെ മുടി, എന്റെ തല, എന്റെ മുടി, എന്റെ തല. ഹലോ എവ്രിവൺ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. അപ്പൊ ഇന്ന് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ഒരു വ്ളോഗാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്താണ് ഈ പിശുക്കൊക്കെ കാണിക്കണേ? ആ താഴത്തെ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചത്. ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടില്ലേ ആർക്കും പിശുക്ക് കാണിക്കാതെ എല്ലാവർക്കും ധാരാളമായിട്ട് അങ്ങ് കൊടുക്കുക. ആ ലൈക്കൊക്കെ അങ്ങോട്ട് അടിക്കുക. എല്ലാവർക്കും ലൈക്ക് അടിച്ച് ഒരു മിനിമം 10 ലൈക്കെങ്കിലും ഈ വീഡിയോക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പം എന്തായാലും അത് പറഞ്ഞും കൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് എൻ്റെ ഒരു ട്രാൻസിഷൻ വീഡിയോയാണ് ഗൈസ്. റോയിച്ചൻ എന്നോട് പറഞ്ഞു, കുഞ്ഞു ഈ ഹെയർ ഒക്കെ ഒന്ന് വെട്ടി ഷോർട്ടാക്ക് എന്ന്. പക്ഷെ അത് എല്ലാ ദിവസവും എന്നെ കുളിപ്പിക്കാനുള്ളൊരു പണിയായിട്ടാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ഇനി മുതൽ എല്ലാ ദിവസവും കുളിക്കാൻ തീരുമാനിച്ചു. ഞാൻ എല്ലാ ദിവസവും മുടിയൊക്കെ കുളിച്ചോണ്ടിരുന്ന അന്നേരം ഉണങ്ങണില്ല, വലിയ പാട്. അത് കാരണം ഞാൻ 1-2 ദിവസമൊക്കെ കൂടിയാണ് തല നനയ്ക്കാറ്. എല്ലാ ദിവസവും കുളിക്കും കേട്ടോ. പക്ഷേ തല എല്ലാ ദിവസവും ഇനി മുതൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടി ഒന്ന് വെട്ടി ബോബ് ചെയ്യാൻ പോവാണ്. അല്ലേ, എന്തോ ഒരു കട്ട്. റോയിച്ചൻ ഒരു കുറെ ഷേപ്പും കാര്യങ്ങളും കുറെ ഫോട്ടോസൊക്കെ അയച്ചു വന്ന് അതിൽ നിന്ന് പറഞ്ഞാൽ റോയിച്ചൻ ചൂസ് ചെയ്യും, നമ്മളത് കട്ട് ചെയ്യുന്ന. എന്തായാലും ഞാൻ അപ്രൂവ് ചെയ്ത 3-4 എണ്ണത്തിൽ നിന്ന് റോയിച്ചൻ ചൂസ് ചെയ്യുന്നത് ഞാൻ കട്ട് ചെയ്യും. അപ്പൊ എന്തായാലും എന്റെ ഈ നീളമുള്ള മുടി എല്ലാവരും ഒന്ന് കണ്ടോളൂ. അയ്യോ, ഇനി ഇതില്ലെന്നൊക്കെ ഞാൻ ഇനി എങ്ങനെ ഡാൻസിൽ ആട്ടും. ഓക്കെ, എന്തായാലും ഇത് കട്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം ഷോർട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഷോർട്ടാക്കിയിട്ട് വരാം. ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാപ്പോഴും പോകും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോ ഞാൻ കാര്യം കാല് പിടിക്കായോ, പ്ലീസ് എന്നെ മുടി കളയല്ലേ, എനിക്ക് ഇച്ചിരി കുറച്ചാൽ മതി, ഇച്ചിരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കടയിലെ ചേട്ടനോട് സോപ്പിട്ട് ചാക്കിട്ട് റോയ്സിന്റെ കാലം പിടിച്ച് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ വരും. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് എങ്ങനെ വരും നോക്കാം. അല്ലേ, നോക്ക് തന്നെ, പോവാ തന്നെ. അപ്പൊ ഞങ്ങള് മാളിലേക്ക് എത്തിയതാണ് കേട്ടോ. മാളിലാണ് നമ്മുടെ ഹെയർ കട്ടിങ്. പക്ഷെ പിള്ളേര് കുറച്ചൊന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ 2 ഗുഹ പോലത്തെ ഒരു ബ്രിഡ്ജിനകത്ത് ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പിള്ളേർ കയറി നിന്ന് കളിക്കുന്നു. അതിൻ്റെ അപ്പുറത്തും ഗോൾഫ് കളിക്കുന്ന ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ മുഴുവൻ അറേഞ്ച് ചെയ്തത്. നമ്മൾ ഈ പരിസരത്തേക്ക് അധികം വരാറില്ല. പക്ഷെ ഇവിടെ അടുത്താണ് നമ്മുടെ ഹെയർ കട്ടിങ് സലൂൺ. അപ്പോൾ അതുകൊണ്ട് ഹെയർ സലൂൺ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇങ്ങോട്ടേക്ക് വന്നു. നല്ല സ്ഥലമായതുകൊണ്ട്, നല്ല കളർഫുൾ ആയതുകൊണ്ടും, നല്ല പ്ലേസ് ആയതുകൊണ്ടും ഒക്കെ ഞാൻ പിന്നെ ഭയങ്കര ക്വയറ്റ് പോയി. ഇന്ന് അധികം ക്രൗഡില്ല, തിരക്കില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല പൊതുവേ. ക്രൗഡൊക്കെ ഉണ്ടെങ്കിൽ. നല്ല പ്ലേസ് അല്ലേ. ഈ ഒരു ലൈനെയിൽസാണ് ഞാൻ ഇടയ്ക്ക് വർഷത്തിലൊരിക്കലൊക്കെ നെയിൽസ് ചെയ്യാൻ വരുന്നത് ഈ ഒരു ലൈനെയിൽസിലാണ്. പിന്നെന്താ, ഇവിടെയൊക്കെ ചുമ്മാ പിള്ളേരെയും കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടെയല്ല, ഇതേപോലത്തെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പിള്ളേരെയും കൊണ്ട് വന്നിട്ട് ഇടയ്ക്ക് കളിക്കാറുണ്ട് കേട്ടോ. അപ്പനും മോളും ബാക്കിൽ കൂടെ നടന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഷെയ്ക്ക് ഹെയർ സലോൺ കണ്ടുപിടിച്ചു. കം ഓൺ, ലെറ്റ്സ് ഗോ. ഷെയ്ക്ക് ഹെയർ സലോൺ. ഷെയ്ക്ക്. Wow, nice. ഇപ്പൊ പുതിയ സാൻഡ് ഇതൊക്കെ വന്നല്ലേ കുഞ്ഞു? ഞങ്ങൾ പോയി ഒരു പ്രാവശ്യം. ആണോ? അപ്പയുടെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷം. ഓക്കെ, ഗോ. Before I used to hold my hair like this. Yeah. Now I can't. You can't. Let's go. Push. Mama, I can. I can touch your hair. Yeah, you can touch my hair. How is that? Good.
തുടങ്ങിയ കറക്കില്ല. ഇനി മുടി വെട്ടാൻ പറ്റും. Try hair band too. ഓക്കെ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആരോടും ഇഷ്ടപ്പെട്ട അമ്മയുടെ മുടി? Try hair band too. വാഷ് ചെയ്ത് കഴിയുമ്പോൾ പറയാം ശരിക്കുള്ള ലുക്ക്. അപ്പോൾ ആ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. എങ്ങനെയുണ്ട് ചായ? ഗുഡ്, നൈസ്. റോജ അവിടെ ഇരുന്നിട്ട് പിന്നെയും കയറ്റി വെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ കേട്ടു. ഞാൻ ഇടയ്ക്ക് കണ്ണടച്ചിരുന്നു എവിടം വരെ കയറുന്നുണ്ടെന്ന് ഒരു പിടിയും കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ലെങ്ത്തിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടെ കയറ്റി. കാരണം ഞാൻ സാധാരണ ലെങ്ത് ഒക്കെ കുറയ്ക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ചാടിയിട്ട് പോയാലും ഞാൻ അവിടെ ചെന്നിട്ട് ഇച്ചിരി കുറയ്ക്കുള്ളൂ. എനിക്ക് സങ്കടം മുടി വെട്ടി കളയണേ. പക്ഷെ ഇതിപ്പോൾ റോസിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ വേറൊരു ഫേസിൽ കാണണം. അതുകൊണ്ട് ഇത്രയും ഷോർട്ടായിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ടോ. എങ്ങനെയുണ്ടായിരുന്നു റോണു? എങ്ങനെയുണ്ടടാ അമ്മയുടെ പുതിയ ഹെയർ സ്റ്റൈൽ? Good. It's good, but it's bad. അയ്യോ, Because you look different. But to be honest, you look like a stranger. But you're my mom, I can tell by the face. But you look like a ഫേസ് stranger. നോക്കി അമ്മയാണെന്നറിയാം, പക്ഷെ ലുക്ക് ലൈക്ക് സ്ട്രേഞ്ചർ. എന്റെ ദൈവമേ, എനിക്ക് സങ്കടം വരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ഈവൻ സ്കൂളിൽ പോയപ്പോ പോയി കട്ട് ചെയ്യാത്ത. കാരണം ഈവൻ സ്കൂളിൽ പോയപ്പോ പോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ എന്നെ വല്ലതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇവനെയും കൊണ്ടുപോയി കട്ട് ചെയ്യാം. അപ്പം ഇവന് ഒരിക്കലും സംശയം വരരുത് എന്റെ അമ്മ തന്നെയാണ് അല്ലേ. ഇനിയിപ്പോ ഒന്ന് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം ഇനിയും എന്തോരം കേറും. കാരണം ഇപ്പൊ അവര് സ്ട്രെയിറ്റൻ ചെയ്തുള്ള സാളാക്കി ഇട്ടിട്ടുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ ഇനിയും കേറും എന്നൊക്കെ പറയുന്നു. 3 ഇഞ്ച്. അന്നേരം എന്തോ ആവോ എന്തോ. അതെ, ചെറുതായിട്ടല്ല, നന്നായിട്ടൊന്ന് കരയും. ഇനി ഇത് നീണ്ടു വന്ന വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുടി എന്റെ തല പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ. എനിവേസ്, ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ Like, share, subscribe. Thank you so much for watching. God bless you. Bye.